ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 16. യേശുവിലുള്ള പുതിയ DNA. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 24 വാക്യം. തൻ്റെ ജീവൻ രക്ഷിച്ച മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് 4 വർഷത്തിനു ശേഷം ക്രിസ് വീണ്ടും പരിശോധനയ്ക്കായി തൻ്റെ രക്തം കൊടുത്തു. ദാതാവിൻ്റെ മജ്ജ തൻ്റെ സൗഖ്യത്തിന് ആവശ്യമായത് നൽകിയെങ്കിലും ആശ്ചര്യകരമായ ഒരു കാര്യം അവശേഷിപ്പിച്ചു. ക്രിസിൻ്റെ DNA ഇപ്പോൾ ക്രിസിൻ്റേതല്ല, ദാതാവിൻ്റേതാണ്. ഇത് ശരിക്കും സംഭവിക്കാം. മാറ്റിവെക്കലിൻ്റെ ലക്ഷ്യം തൻ്റെ ബലക്ഷയമുള്ള രക്തം ദാതാവിൻ്റെ ആരോഗ്യമുള്ള രക്തവുമായുള്ള മാറ്റവുമാണ്. അതിനാൽ ക്രിസ്തിൻ്റെ കവിളുകൾ, ചുണ്ടുകൾ, നാവ് എന്നിവയുടെ സ്രവങ്ങളെല്ലാം ദാതാവിൻ്റെ DNA പ്രകടമാക്കി. തൻ്റെ ഓർമ്മകളും പുറമേയുള്ള രൂപവും നിലനിർത്തിയിരുന്നെങ്കിലും ചില കാര്യങ്ങളിൽ അവൻ മറ്റൊരാളായി മാറി. ക്രിസ്തിൻ്റെ അനുഭവം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നടക്കുന്നതിന് സമാനമാണ്. നമ്മുടെ ആത്മീക രൂപാന്തരത്തിൻ്റെ സമയത്ത് നാം യേശുവിൽ ആശ്രയിക്കുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായി മാറുന്നു. എഫേസോസ് സഭയ്ക്കുള്ള പൗലോസിൻ്റെ ലേഖനം അവരെ ക്രിസ്തുവിനു വേണ്ടി വേർപെട്ട് അവരിലെ ആന്തരിക രൂപാന്തരത്തെ വെളിപ്പെടുത്തുവാൻ പ്രോത്സാഹിപ്പിച്ചു. ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ബലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. രൂപാന്തരം വരുത്തുന്ന യേശുവിൻ്റെ ശക്തി നമ്മിൽ സജീവമാണെന്ന് കാണിക്കാൻ നമുക്ക് DNA പരിശോധനകളോ രക്തപരിശോധനകളോ ആവശ്യമില്ല. ആ ആന്തരിക സത്യം നമ്മുടെ പുറമേയുള്ള, അതായത് ചുറ്റുമുള്ള ലോകത്തിൽ നാം വ്യാപൃതരാകുമ്പോൾ നാം എത്രത്തോളം തമ്മിൽ ദയയും മനസ്സലിവുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുമ്പോൾ നമ്മിലൂടെ പ്രകടമാകണം. ചിന്തിക്കുക, യേശു നിങ്ങളെ ആന്തരികമായി എങ്ങനെയാണ് മാറ്റിയത്? ദൈവത്തിന് മഹത്വം.